ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ 7 ലെസൺ കഴിഞ്ഞു. ഇനി 8ാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയോ 8ാമത്തെ ലെസൻ്റെ പേരെന്താണെന്ന്? ആർക്കെങ്കിലും അറിയോ 8ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്ന്? അതെ, സഭയും പരിസ്ഥിതിയും. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒന്ന് കൈകൾ ഊപ്പി പിടിച്ചേ, കണ്ണടച്ചേ. എല്ലാവരും കണ്ണടച്ച് പിടിച്ചേ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ എല്ലാ അവസ്ഥയിലും അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കപ്പോൾ ലെസണിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാറുണ്ടോ? ചിലവരൊക്കെ നോക്കാറുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കണം. ഓക്കെ, ഇനിയിപ്പോൾ 8ാമത്തെ ലെസൺ കഴിയുന്നതിന് മുന്നേയായിട്ട് നിങ്ങളൊന്ന് മറിച്ച് നോക്കി 9ാമത്തെ ലെസൺ എന്താണെന്ന് കൂടി നിങ്ങളുടെ മനസ്സിൽ ഒരു ബോധ്യം ഉണ്ടാവണം. നമുക്കറിയാം, ഒരുപാട് സമയമൊന്നും നമ്മളുടെ അടുത്തില്ല. സൺഡേ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കുറച്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ നമ്മുടെ വേദോപദേശത്തിന് വേണ്ടിയിട്ട്, സൺഡേ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഓക്കെ, എന്താണ് നമ്മുടെ 8ാമത്തെ ലെസൻ്റെ പേര്? അതെ, സഭയും പരിസ്ഥിതിയും. എന്താണ് പരിസ്ഥിതി? അതെ, നമ്മുടെ ചുറ്റുമുള്ള ഈ അവസ്ഥ അല്ലേ, നമ്മുടെ ഈ ഭൂമി, നമ്മുടെ ഈ പ്രകൃതി, ഈ പ്രകൃതിയും നമ്മുടെ ഈ പരിസ്ഥിതിയും സഭയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മൾ ഈ ലെസണിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഏവരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക. അതെങ്ങനെയെല്ലാമാണെന്ന് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാം. ഭൂമി നമ്മുടെ അമ്മയാണ്. ആരാണ്? ഭൂമി നമ്മുടെ അമ്മയാണ്. ഈ ഭൂമി നമുക്ക് എന്തെല്ലാമാണ് നൽകുന്നത്? എന്തെല്ലാം നമുക്ക് നൽകുന്നുണ്ട് ഭൂമി? അതെ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ഈ ഭൂമി, ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ? നമ്മുടെ ഭൂമിയും മനുഷ്യനും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾക്കറിയോ? ഭൂമിയും മനുഷ്യനും തമ്മിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മളും മനുഷ്യനും ഭൂമിയും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് ആ കൊടുക്കൽ വാങ്ങൽ ബന്ധം വരുന്നത്? ഭൂമി നമുക്ക് എന്തെല്ലാമാണ് തരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമി നമ്മുടെ ജീവന് ഏറ്റവും അത്യാവശ്യ ഘടകമായ വായു തരുന്നു, ഇല്ലേ? ഓക്സിജൻ നമുക്ക് തരുന്നു. നമ്മുടെ എല്ലാം സകല ജീവജാലങ്ങളുടെ എല്ലാം ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണം ഈ പ്രകൃതിയും ഭൂമിയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഭൂമി ഇല്ലാതെ, ഈ പ്രകൃതി ഇല്ലാതെ നമ്മളുടെ ജീവനുള്ള ഒന്നിനു പോലും നിലനിൽക്കാൻ സാധ്യമല്ല. ഓക്കെ, അപ്പം അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഭൂമി നമ്മുടെ അമ്മയാണ്. ഈ അമ്മ നമുക്ക് എന്തെല്ലാമാണ് തരുന്നത്? എന്തൊക്കെയാണ് തരുന്നത്? അതെ, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇല്ലേ? അരി, ഗോതമ്പ്, ഇല്ലേ? പഴങ്ങൾ, പച്ചക്കറികൾ, ഇതെല്ലാം നമ്മുടെ ഭൂമി നമുക്ക്
തരുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കൊടുക്കൽ വാങ്ങൽ. ഇപ്പോൾ ഭൂമി നമുക്ക് തരുന്നത് പഴങ്ങളാവട്ടെ, പച്ചക്കറികളാവട്ടെ, ഓക്സിജൻ ആവട്ടെ, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ട എല്ലാ ഘടകങ്ങളും, എല്ലാ പോഷകങ്ങളും നമ്മുടെ ഭൂമി, ഈ പ്രകൃതി നമുക്ക് നൽകുന്നു. തിരിച്ച് നമ്മൾ എന്താണ് ഭൂമിക്ക് കൊടുക്കുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഭൂമിക്ക് വേണ്ടി നമുക്ക് ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്തു തരുന്ന നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്നൊന്നും ആരുടെയും മനസ്സിൽ വരില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ ചെടികളുണ്ടാവും ഇല്ലേ? ഈ ചെടികൾക്ക് ഒരു നേരത്തെ വെള്ളമെങ്കിലും നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ? വീട്ടിൽ അമ്മ ചെയ്യുമായിരിക്കും ഇല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്യണം. എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മുടെ പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും കൂടുതലായിട്ട് സമയം കണ്ടെത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വരാൻ പോകുന്ന തലമുറയുടെയും നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യ ഘടകം ഈ പ്രകൃതിയാണ് അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ദൈവം നമുക്ക് വേണ്ടിയിട്ട് സകലതും സൃഷ്ടിച്ചു ഇല്ലേ? ഉൽപ്പത്തി പുസ്തകം, നമ്മുടെ വിശുദ്ധ ബൈബിള് തുറക്കുമ്പോൾ ആദ്യം എന്താ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് സകലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുൽച്ചാടി മുതൽ വളരെ വലിയ വന്യമൃഗങ്ങളെയും വലിയ സിംഹങ്ങളെയും വരെ ദൈവം സൃഷ്ടിച്ചു ഇല്ലേ? അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം എന്ത് അധികാരമാണ് ദൈവം മനുഷ്യന് കൊടുത്തത്? ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും ആധിപത്യം, ഉടമസ്ഥാവകാശം ദൈവം മനുഷ്യന് കൊടുത്തു അല്ലേ? പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് നമുക്കറിയോ? നിങ്ങൾക്കറിയോ? നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ഈ പ്രകൃതി മൊത്തം ദൈവം നമ്മളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറ, അതെ, മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും. ജീവൻ്റെ നിലനിൽപ്പിന് വരെ അത് ദൂഷ്യമായിട്ട് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ 8ാമത്തെ ലെസണിൽ നമ്മുടെ സഭ തന്നിരിക്കുന്നത് എന്താ? ഭയങ്കര വലിയൊരു ദൗത്യമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പാഠഭാഗത്തിലൂടെ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. എന്തിനാണ് ഈ 9ാം ക്ലാസ്സിലാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പാഠഭാഗം തന്നിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ മുതൽ, ഇന്ന് മുതൽ, ഈ ക്ലാസ് നിങ്ങൾ പങ്കെടുത്തത് മുതൽ നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കണം. ഇനിയുള്ള ജീവിതം മൊത്തം നമ്മൾ വഴി മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കണം. കാരണം നമ്മൾ മാത്രമല്ല, ഇനിയും ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മൾ ഒരു മാതൃകയാകണം. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഭൂമി ഒരുപാട് വൈവിധ്യമാർന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അപ്പൂപ്പൻ താടി കണ്ടിട്ടുണ്ടോ? അപ്പൂപ്പൻ താടി ഇല്ലേ? പല കുട്ടികളും കാണാൻ വഴിയില്ല. ചിലവർ കണ്ടിട്ടുണ്ട്, അതേ പറയുന്നുണ്ട്, ചിലവർ കണ്ടിട്ടുണ്ട്. ഈ അപ്പൂപ്പൻ താടികളൊക്കെ പറന്ന് നടക്കാനായിട്ട്, ആ പറന്ന് നടക്കുന്നത് കാണാനായിട്ട് എന്ത് രസമാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ മഴവില്ല് നിങ്ങൾ കണ്ടിട്ടില്ലേ? റെയിൻബോ, അതെ, എന്ത് രസമാണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ ഭൂമി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കുറേ വൈവിധ്യമാർന്ന, നമ്മുടെ കണ്ണിനെ കുളിമയേകുന്ന കുറേ കാര്യങ്ങൾ. ഇതൊക്കെ നശിച്ചു പോകാനായിട്ട്, അല്ലെ നശിഞ്ഞു പോകാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുമോ?
ഇല്ല. നമ്മുടെ കുന്നുകളും മലകളും പുൽച്ചാടികളും പുഴകളും മീനുകളും ഇല്ലേ, എന്ത് രസമാല്ലേ അല്ലേ, എന്ത് രസമാണ് കാണാൻ. ഈ കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നിരത്തി ഇന്നത്തെ തലമുറ എന്താ ചെയ്യുന്നത്? കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നിരപ്പാക്കി അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരുന്നത് ഇല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, സങ്കടമാവില്ലേ നമുക്ക്? ഇല്ലേ, നമുക്ക് വേണ്ടി ഈ ഭൂമി നമുക്ക് തന്ന ഈ പ്രകൃതി ഇല്ലേ, ഈ പരിസ്ഥിതി നമ്മൾ നശിപ്പിച്ച് കളയുക. പക്ഷേ നമ്മളാൽ കഴിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ? ഇന്ന് നമ്മുടെ ഈ രാജ്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാരണമാണ് മാലിന്യ പ്രശ്നം ഇല്ലേ. ഇന്നത്തെ മാലിന്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലുള്ളതായിക്കോട്ടെ പുറത്തുള്ളതായിക്കോട്ടെ എല്ലാം വഴിയിലും മറ്റുമൊക്കെ വലിച്ചെറിഞ്ഞിടുന്നത്. നമുക്ക് ഒരു കാര്യം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? നമ്മുടെ വീടുകളിൽ മാലിന്യങ്ങൾ എടുക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ വരുമായിരിക്കും. അവർക്ക് ഇത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് കൊടുക്കുക. ഒരിക്കലും നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള സ്ഥലങ്ങളിലോ ചെറിയ തോടുകളിലോ കാണകളിലോ ഒന്നും ഇടാൻ പാടില്ല. അലിയുന്നവ അഴുകാത്തവ, മനസ്സിലായോ? ഇല്ല. നമ്മുടെ ഈ അലിയുന്ന മാലിന്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ അലിഞ്ഞു പോകുന്നതാണ് അല്ലേ. അത് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു ഡബ്ബയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ മാറ്റി വെക്കുക. അഴുകാത്ത മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് പോലത്തുള്ള കാര്യങ്ങൾ, അത് വേറൊരു ഡബ്ബയിലേക്ക് മാറ്റി വെക്കുക. നിങ്ങളുടെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ വരുന്ന ചേട്ടന്മാർ അല്ലെ ചേച്ചിമാർ, നമ്മുടെ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ, അവർ വരുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകും. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അത് സൂക്ഷിച്ചു വെച്ച് ഇവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ കരുതുക. അപ്പോൾ നമ്മുടെ ദൈവം, നമ്മുടെ സഭ നമ്മളെ വളരെ വലിയൊരു കർത്തവ്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താ? പ്രകൃതി സംരക്ഷണം അല്ലേ. നമ്മളപ്പോൾ അത് ഒരു കുറവുമില്ലാതെ ആ കർത്തവ്യം നിർവഹിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മൊത്തം കടമയാണ്. അത് നമ്മൾ ചെയ്യണ്ടേ? മാലിന്യങ്ങൾ ആരെങ്കിലും ഇനി തുറസായ സ്ഥലത്ത് നിക്ഷേപിക്കുമോ? വഴിയരികിലൊക്കെ ഇടുമോ? ഇല്ല. അപ്പം അതൊക്കെ സൂക്ഷിച്ചു വെച്ച് അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുത്തു വിടുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവോ? ഒരു പ്രവർത്തനം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യാവോ? നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ട ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ഈ 3 കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചറിനെ ഏൽപ്പിക്കുക. എന്താ ചെയ്യേണ്ടത്? പ്രകൃതി സംരക്ഷിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ട 3 കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നോ ആ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുക. 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചറിനെ ഏൽപ്പിക്കണം. ഈ ഒരു വലിയ ദൗത്യത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുകാരാവാം. ദൈവവും മനുഷ്യനും പ്രകൃതിയും ഭൂമിയും തമ്മിലുള്ള അഭേദ്യമായ ആ ഒരു ബന്ധം തകർന്നു പോവാതിരിക്കാനായിട്ട് നമ്മുടെയും വളർന്നു വരുന്ന യുവ തലമുറയുടെയും ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും വേണ്ട പ്രകൃതി സംരക്ഷണം, ഈ പ്രകൃതി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രകൃതി സംരക്ഷണം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നാണിക്കൊന്നും വേണ്ട, ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. എഴുന്നേറ്റ് നിൽക്കുക. ഒന്ന് കൈകൾ ഊപ്പി പിടിച്ചേ. ഒന്ന് കണ്ണടച്ചേ.
കണ്ണടയ്ക്ക്. നമുക്ക് നമ്മുടെ ദൈവം, നമ്മുടെ സ്നേഹപിതാവായ ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് തന്ന ഈ പ്രകൃതി, ഈ ഭൂമിയെ, നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.